ഹോർമുസ് തുറക്കുന്നതിനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനും പ്രധാനമായും 6 ആവശ്യങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഓരോന്നും എന്തൊക്കെയാണ് എന്നത് നമുക്ക് പരിശോധിക്കാം. നമ്മുടെ മുന്നിലേക്ക് ആ വിവരങ്ങൾ കൂടി വരികയാണ്. എന്തൊക്കെയാണ് 6 ആവശ്യങ്ങൾ എന്നത് പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഭീഷണി അവസാനിപ്പിക്കുക എന്നതാണ്. നിരന്തരമായ ഭീഷണി ഉണ്ടാകുന്നു എന്നതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നം. മാത്രമല്ല, ഒരു സ്ഥലത്ത് സമാധാന ചർച്ച, മറ്റൊരു സ്ഥലത്ത് ആക്രമണം എന്ന നില കഴിയില്ല എന്നത് ഇറാൻ മുന്നോട്ട് വെച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയാണ്. അപ്പോൾ ഒന്നാമത്തേത് ഭീഷണി അവസാനിപ്പിക്കുക. രണ്ടാമത്തേത് എന്താണ് എന്നതുകൂടി പരിശോധിക്കാം. നമ്മുടെ മുന്നിലേക്ക് രണ്ടാമത്തെ ഉപാധി എന്താണ് എന്നത് വരികയാണ്. സൈനിക നടപടി നിർത്തുക. അതാണ് യുദ്ധവും സമാധാന ചർച്ചയും ഒരുമിച്ച് മുന്നോട്ട് പോകില്ല എന്നതാണ്. ഇസ്രായേലിന് തോന്നുമ്പോൾ ഇസ്രായേൽ, അമേരിക്കയ്ക്ക് തോന്നുമ്പോൾ അമേരിക്ക എന്ന നിലയ്ക്ക് ജനവാസ കേന്ദ്രങ്ങളെ അടക്കം ആക്രമിക്കുകയും ഇപ്പുറത്ത് സമാധാന ചർച്ച നടത്തുക എന്നതും ഒരുമിച്ച് പോവുകയില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ ഉപാധി സൈന്യത്തെ പിൻവലിക്കുക എന്നതാണ്. മൂന്നാമത്തെ ഉപാധിയായി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് സൈനികരുടെ ഭീഷണി അവസാനിപ്പിക്കണമെന്നതാണ് ഇറാന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന്. ഉപരോധങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തുക, ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുക, ഭാവിയിൽ വീണ്ടും ആക്രമണം നടത്തുമെന്ന പരസ്യ പ്രസ്താവനകൾ നടത്തുക തുടങ്ങിയ നടപടികൾ പൂർണ്ണമായും അവസാനിപ്പിച്ചാൽ മാത്രമേ മേഖലയിൽ ദീർഘകാല സമാധാനം ഉറപ്പാക്കാൻ കഴിയൂ എന്നതാണ് ഇറാന്റെ നിലപാട്. ഇനി നാലാമത്തെ പ്രധാനപ്പെട്ട ആവശ്യം നഷ്ടപരിഹാരം നൽകുക എന്നതാണ്. നമുക്കറിയാം, ഇറാന്റെ മേഖലകളിലാകെ, തന്ത്രപ്രധാന മേഖലകളിലാകെ കടുത്ത നാശനഷ്ടം വിതയ്ക്കാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇതുവരെ അവരുടെ സംയുക്ത ആക്രമണത്തിൽ സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരം നൽകുക എന്നൊരാവശ്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട് ഇറാൻ. ഇനി അടുത്ത ഉപാധി എന്താണ് എന്നതുകൂടി നോക്കാം. അത് ഉപരോധങ്ങൾ പിൻവലിക്കുക എന്നതാണ്. ഇറാന് ലോകവ്യാപകമായി പലയിടങ്ങളിൽ ഉപരോധം ചുമത്തുക എന്നുള്ള ഒരു നീക്കത്തിലേക്ക് കൂടി അമേരിക്ക കടന്നിരിക്കുന്നു. ഉപരോധങ്ങൾ പിൻവലിക്കുക, ഇറാന്റെ എണ്ണ കയറ്റുമതി, അന്താരാഷ്ട്ര ബാങ്കിംഗ് ഇടപാടുകൾ, വ്യാപാരം എന്നിവയ്ക്കുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന എല്ലാത്തരം സാമ്പത്തിക നയതന്ത്ര ഉപരോധങ്ങളും നീക്കം ചെയ്യണമെന്നത് ഇറാന്റെ ദീർഘകാലമായിട്ടുള്ള ആവശ്യങ്ങളിലൊന്നാണ്. ഉപരോധങ്ങൾ നിലനിൽക്കുന്നത് ഇറാന്റെ സാമ്പത്തികാവസ്ഥയെ പൂർണ്ണമായി തളർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. സാധാരണ അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ ഉപരോധങ്ങൾ മാറ്റേണ്ടത് അനിവാര്യമാണ് എന്നും ഇറാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇനി ആറാമത്തെ ഉപാധി എന്താണ് എന്നുകൂടി നമുക്ക് നോക്കാം. അത് ആസ്തികൾ വിട്ടു നൽകുക എന്നതാണ്. ഇറാന്റെ പല രാജ്യങ്ങളിലായുള്ള ആസ്തികൾ ഫ്രീസ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് അമേരിക്ക കടന്നുപോയിരിക്കുന്നു. വിവിധ വിദേശ ബാങ്കുകളിലും മരവിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇറാന്റെ കോടിക്കണക്കിന് ഡോളറിന്റെ ആസ്തികളും ഫണ്ടുകളും തിരികെ നൽകണമെന്നും ഇറാന്റെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. ഈ ഫണ്ടുകൾ ഇറാന്റെ സ്വന്തം ധനശേഖരമാണ്. ഉപരോധങ്ങൾ കാരണം ഇവ ഉപയോഗിക്കാൻ കഴിയാത്തത് രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നു. മരവിപ്പിച്ച ആസ്തികൾ നിരുപാധികം വിട്ടു നൽകണമെന്നതാണ് ഇറാന്റെ ആറാമത്തെ ആവശ്യം. അപ്പം ഈ 6 ആവശ്യങ്ങളാണ് യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് ഹോർമുസ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങൾ. ഇത് ട്രംപ് അനുവദിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയേണ്ടത്.